പ്രിയപ്പെട്ട സുഹൃത്ത്, നമസ്കാരം. കറണ്ട് അഫയേഴ്സ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഓരോ കോമ്പറ്റീഷനിലും കറണ്ട് അഫയേഴ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ചില പ്രധാനപ്പെട്ട പോയിന്റ്സ്: സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കാൻ ഇന്ത്യ സർക്കാർ ഏത് തീയതിയാണ് തീരുമാനിച്ചിട്ടുള്ളത്? ഏത് രാജ്യമാണ് വനിതാ T20 ഏഷ്യ കപ്പ് ആതിഥ്യം വഹിക്കാൻ പോകുന്നത്? 200 വിക്കറ്റും 6000 റൺസ് നേടിയ മൂന്നാമത്തെ ക്രിക്കറ്റ് കളിക്കാരൻ ആരാണ്? ഇതേപോലെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്തോറും അത് നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുകയുള്ളൂ. ഇന്ന് ജൂലൈ 13, ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. ഏത് തീയതിയിലാണ് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കാൻ ഇന്ത്യൻ സർക്കാർ തീരുമാനിച്ചത്? ജൂൺ 25. ജൂൺ 25 കേന്ദ്ര ഗവൺമെന്റ് സംവിധാൻ ഹത്യാ ദിവസ് ആയിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു. എല്ലാ വർഷവും ജൂൺ 25 ഇനി സംവിധാൻ ഹത്യാ ദിവസ് ആയിട്ട് ആചരിക്കും. 1975 എമർജൻസി അടിയന്തരാവസ്ഥ, ഇതിന്റെ ഓർമ്മയ്ക്കാണ് ഇനി മുതൽ എല്ലാ വർഷവും ജൂൺ 25 സംവിധാൻ ഹത്യാ ദിവസ് ആയിട്ട് ആചരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. 1975 ജൂൺ 25 അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധിയാണ് എമർജൻസി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിരവധി പേരാണ് ആ ഒരു എമർജൻസി അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയിൽ ത്യാഗം അനുഭവിക്കേണ്ടി വന്നത്. അവരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇനി മുതൽ എല്ലാ ജൂൺ 25 സംവിധാൻ ഹത്യാ ദിവസ് ആയിട്ട് ആചരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞർ ഏത് പ്രദേശത്തു നിന്നാണ് പുതിയ ഇനം ആഴത്തിലുള്ള ഡോഗ് ഫിഷ് സ്രാവ് സ്ക്വാലസ് ഹിമയെ കണ്ടെത്തിയത്? ശക്തികുളങ്ങര മത്സ്യബന്ധന തുറമുഖം, ശക്തികുളങ്ങര ഫിഷിംഗ് ഹാർബർ. ഇവിടെ നിന്ന് ഒരു പുതിയ ഇനം ഡോഗ് ഫിഷ് ഷാർക്ക് സ്ക്വാലസ് ഹിമ എന്ന് പറയുന്ന ഒരു ഇനം സ്രാവിനെ കണ്ടെത്തി. ഇത് കണ്ടെത്തിയിട്ടുള്ളത് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. അറബിക്കടലിന് ചേർന്നുള്ള കേരളത്തിലെ ശക്തികുളങ്ങര ഫിഷിംഗ് ഹാർബറിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഡോഗ് ഫിഷ് ഷാർക്ക് സ്ക്വാലസ് ഹിമയെ കണ്ടെത്തിയിട്ടുള്ളത്. ഈ സ്രാവിന്റെ പേരാണ് സ്ക്വാലസ് ഹിമ. ഇത് സ്ക്വാലഡേ എന്ന് പറയുന്ന ഒരു തരം ജനസിൽപ്പെടുന്ന ഒരു ഡോഗ് ഫിഷ് ഷാർക്ക് ആണത്. സാധാരണയായിട്ട് ഇതിനറിയപ്പെടുന്നത് സ്പെർഡോഗ് എന്ന പേരിലാണ്. ഈ ഒരു കണ്ടെത്തൽ നടത്തിയിട്ടുള്ളത് സയന്റിസ്റ്റ് ആയിട്ടുള്ള ബിനീഷ് കെ ആണ്. ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇത്തരത്തിലുള്ള സ്രാവിനെ ഏറ്റവും കൂടുതലായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, അതായത് ചൂഷണം ചെയ്യുന്നു, പ്രത്യേകിച്ച് ലിവർ ഓയിലിന് വേണ്ടി. ഇന്ന് ലിവർ ഓയിൽ ഇന്ന് മാർക്കറ്റിൽ വളരെയധികം ഡിമാൻഡുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള സ്രാവുകളെ കൂടുതലായിട്ട് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുൻ അഗ്നിവീരന്മാർക്ക് എത്ര ശതമാനം ജോലിയിലാണ് കേന്ദ്ര സായുധ സേന നീക്കിവച്ചിരിക്കുന്നത്? 10%. ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം വന്നിരുന്നു. അതായത് BSFും CISFും 10% ജോബ് അഗ്നിവീറിന് പുറത്തിറങ്ങുന്നവർക്ക് നൽകുന്ന ഒരു കാര്യം. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് വീണ്ടും വന്നിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ആണ് ഹോം മിനിസ്ട്രിയുടെ. പ്രധാനപ്പെട്ട സെൻട്രൽ ആംഡ് ഫോഴ്സ് പോലീസിലെ ചീഫ് ഇവർ അറിയിച്ചത്, അതായത് മുൻ അഗ്നിവീഴ്സ് ഇവർക്ക് ഏജ് റിലാക്സേഷൻ നൽകുമെന്നും 10% റിസർവേഷൻ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആർമി, എയർഫോഴ്സ്, നേവിയിൽ 4 വർഷത്തേക്ക് താൽക്കാലികമായിട്ട് പ്രവേശിക്കുന്നവരെയാണ് അഗ്നിവീർ എന്ന് പറയുന്നത്. അതിനുശേഷം അതിൽ നിന്ന് ഏതാണ്ട് 25%, ആർമി ആണെങ്കിൽ അതിലും കൂടുതലാണ് എടുക്കുന്നത് ജോബ് കണ്ടിന്യൂഷന് വേണ്ടി. 4 വർഷത്തെ സേവനം നൽകി പുറത്തിറങ്ങുന്ന അഗ്നിവീർമാർക്കാണ് ഇപ്പോൾ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിന്റെ പുതിയൊരു ഉത്തരവ്. അതായത് 10% റിസർവേഷൻ ആണ് ഇനി മുതൽ ഇവർക്കുണ്ടാവുക. ഈ കാര്യം അറിയിച്ചിട്ടുള്ളത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള മനോജ് യാദവ, സശസ്ത്ര സീമാബലിന്റെ ഡയറക്ടർ ജനറൽ ദൽജിത് സിംഗ്, CRPFന്റെ ഡയറക്ടർ ജനറൽ അനീഷ് ദയാൽ സിംഗ്, BSFന്റെ നിതിൻ അഗർവാൾ, CISFന്റെ നീന സിംഗ് എന്നിവരാണ്. ഇപ്പോൾ ഓരോ ഫോഴ്സിന്റെയും ഏറ്റവും ടോപ്പ് ലെവൽ നിൽക്കുന്ന വ്യക്തികളാണ് മനോജ് യാദവ്, ദൽജിത് സിംഗ്, അനീഷ് ദയാൽ സിംഗ്, നിതിൻ അഗർവാൾ, നീന സിംഗ് എന്നിവരെല്ലാം. വനിതാ T20 ഏഷ്യ കപ്പ് 2024 ഏത് രാജ്യത്താണ് നടക്കുന്നത്? ശ്രീലങ്ക. വിമൻസ് ഏഷ്യ കപ്പ് ആരംഭിക്കാൻ പോവുകയാണ്. ഈ വരുന്ന ജൂലൈ 19 മുതൽ 28 വരെയാണ് ശ്രീലങ്കയിൽ T20 ഫോർമാറ്റ് വിമൻസ് ഏഷ്യ കപ്പ് നടക്കാൻ പോകുന്നത്. 9ാമത്തെ എഡിഷൻ ആണ് ഈ പ്രാവശ്യം ശ്രീലങ്കയിൽ നടക്കാൻ പോകുന്നത്. അതായത് 9ാമത്തെ പ്രാവശ്യം വിമൻസ് T20 ഏഷ്യ കപ്പ് ഇത് ശ്രീലങ്കയിലെ ഡാംബുള്ള എന്ന സ്ഥലത്താണ്. ഈ വരുന്ന ജൂൺ 19 8 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന വിമൻസ് T20 ഏഷ്യ കപ്പ് നടക്കാൻ പോകുന്നത്. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, തായ്ലൻഡ്, UAE, നേപ്പാൾ, മലേഷ്യ എന്നീ 8 രാജ്യങ്ങളാണ് ഈ പ്രാവശ്യത്തെ വിമൻസ് ഏഷ്യ കപ്പ് ടൂർണമെന്റിൽ
പങ്കെടുക്കാൻ പോകുന്ന രാജ്യങ്ങൾ. ഇതിൽ ഇന്ത്യൻ ടീം പ്രഖ്യാപിച്ചു. 15 അംഗ ടീമിൽ ഹർമൻപ്രീത് കൗർ ആയിരിക്കുള്ളൂ ടീം ക്യാപ്റ്റൻ. അതുപോലെ തന്നെ സ്മൃതി മന്ദാന ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആണ്. ഈ 8 ടീമിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യ ഉൾപ്പെട്ടിട്ടുള്ളത്. ഗ്രൂപ്പ് എയിൽ ഇന്ത്യ, നേപ്പാൾ, പാകിസ്ഥാൻ, UAE എന്ന ടീം ആണ്. ഇന്ത്യയും UAE ആയിരിക്കുള്ളൂ ആദ്യത്തെ മാച്ച്. അതേ ദിവസം തന്നെ ഉദ്ഘാടന മത്സരം പാകിസ്ഥാൻ, നേപ്പാൾ എന്ന ടീം ആണ്. ജൂലൈ 19 വെള്ളിയാഴ്ച. 200 വിക്കറ്റും 6000 റൺസും നേടിയ മൂന്നാമത്തെ ക്രിക്കറ്റ് കളിക്കാരന്റെ പേര് ബെൻ സ്റ്റോക്സ്. ഇംഗ്ലണ്ട് ഓൾറൗണ്ടർ ആയിട്ടുള്ള ബെൻ സ്റ്റോക്സ് ആണ് 200 വിക്കറ്റും 6000 റൺസ് തികച്ചിട്ടുള്ള മൂന്നാമത്തെ ക്രിക്കറ്റ് കളിക്കാരൻ. ഇത്തരത്തിലുള്ള റെക്കോർഡ് ഉണ്ടാക്കിയിട്ടുള്ള മൂന്നാമത്തെ വ്യക്തിയാണ് ബെൻ സ്റ്റോക്സ്. 200 വിക്കറ്റും 6000 റൺസും. ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള വിക്കറ്റ്സ് നേടിയിട്ടുള്ള 2 പേരാണ്. ഒന്ന് സർ ഗാർഫിൽ സോബേഴ്സ് വെസ്റ്റ് ഇൻഡീസിന്റെ, മറ്റൊന്ന് സൗത്ത് ആഫ്രിക്കയുടെ ജാക്ക് കാർലിസ്. സോബേഴ്സിന്റെ വിക്കറ്റ് ആണ് 235, റൺസ് 8032. അതുപോലെ തന്നെ ജാക്ക് കല്ലിസിന്റെ ആണെങ്കിൽ 13289 റൺസും 292 വിക്കറ്റ്സ് ആണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ഇന്നിപ്പോൾ ഏറ്റവും ടോപ്പ് ലെവൽ പറയുമ്പോൾ ജാക്ക് കല്ലിസ്, രണ്ടാമത്തെ സോബേഴ്സ്, മൂന്നാമത്തത് ഇപ്പോൾ ബെൻ സ്റ്റോക്സ്, ഇംഗ്ലണ്ട് താരമായിട്ടുള്ള ബെൻ സ്റ്റോക്സ്. UN കണക്കുകൾ പ്രകാരം ഏത് വർഷമാണ് ഇന്ത്യയുടെ ജനസംഖ്യ കുറയാൻ തുടങ്ങുന്നത്? 2022. UN ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ ജനസംഖ്യ 2062 കൂടി കുറയുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ ജൂലൈ 11 വേൾഡ് പോപ്പുലേഷൻ ഡേ. ഇതുമായി ബന്ധപ്പെട്ടാണ് യുണൈറ്റഡ് നേഷന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്. അതായത് 2062 ജനുവരി മുതൽ ജൂലൈ ആകുമ്പോഴേക്കും ഇന്ത്യയുടെ ജനസംഖ്യ കുറയാൻ തുടങ്ങുമെന്നും 2063 ആകുമ്പോഴേക്കും 1,15,000 പേര് കുറയുമെന്നും പിന്നീട് അത് കൂടിക്കൂടി 4,37,000 ആവുകയും 2065 അത് 7,93,000 ആകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഇപ്പോൾ 145 കോടി ജനങ്ങളാണ് ഉള്ളത്. തൊട്ടുപുറകെ ചൈന 141 കോടി, അതായത് 1.451 ബില്യൺ ജനങ്ങളാണ് ഇന്ത്യയിൽ. ചൈനയാണെങ്കിൽ 1.419 ബില്യൺ ആണ്. US ആണെങ്കിൽ 345 മില്യൺ ആണ്. അതായത് ഏതാണ്ട് 34 കോടി പ്ലസ് ആണ് US ജനസംഖ്യ. നിലവിൽ ഇപ്പോൾ ലോകത്തിലെ ജനസംഖ്യയാണ് 8.16 ബില്യൺ. 2024 ജൂലൈ 12 പാർലമെന്റിൽ വിശ്വാസ വോട്ട് നേടുന്നതിൽ പരാജയപ്പെട്ട നേപ്പാൾ പ്രധാനമന്ത്രിയുടെ പേര് പുഷ്പകമൽ ദഹൽ പ്രചണ്ഡ. നേപ്പാൾ പാർലമെന്റിൽ ഇന്നലെ നടന്നിട്ടുള്ള വോട്ട് ഓഫ് കോൺഫിഡൻസ്, ഇതിൽ പുഷ്പകുമാർ ദഹൽ പരാജയപ്പെട്ടു. പ്രചണ്ഡ എന്ന പേരിൽ അറിയപ്പെടുന്ന പുഷ്പകുമാർ ദഹൽ, ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ മാവോയിസ്റ്റ് സെന്റർ ആണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ യൂണിഫൈഡ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആണ് അവരുടെ പിന്തുണ പിൻവലിച്ചത്. അതനുസരിച്ച് പുഷ്പകുമാർ പ്രചണ്ഡ അദ്ദേഹത്തിന് വിശ്വാസ വോട്ട് നേടാൻ സാധിച്ചില്ല. ഏത് സ്ഥാപനമാണ് മെഡിക്കൽ ഡിവൈസ് ഇൻഫർമേഷൻ സിസ്റ്റം ആരംഭിച്ചത്? ലോകാരോഗ്യ സംഘടന. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് മെഡിക്കൽ ഡിവൈസസ് ഇൻഫർമേഷൻ സെന്റർ. അതായത് ഏതാണ്ട് 2301 തരത്തിലുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ, അതിന്റെ ഒരു ലിസ്റ്റാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതാണ് മെഡിക്കൽ ഡിവൈസസ് ഇൻഫർമേഷൻ സെന്റർ. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡിൽ GRSC ആക്സിലറേറ്റഡ് ഇന്നൊവേഷൻ നർച്ചറിംഗ് സ്കീം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? സഞ്ജയ് സേത്ത്. സഞ്ജയ് സേത്ത് ആണ് ഇപ്പോഴത്തെ രക്ഷാ രാജ്യമന്ത്രി. ഇദ്ദേഹമാണ് GRSC ആക്സിലറേറ്റഡ് ഇന്നൊവേറ്റിംഗ് നർച്ചറിംഗ് സ്കീം ആരംഭിച്ചിട്ടുള്ളത്, ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് ജൂലൈ 10 ആയിരുന്നു. പ്രധാനമായിട്ടും പറയുമ്പോൾ കപ്പൽശാലകളിലെ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹാരം തേടുകയും അതുപോലെ തന്നെ രാജ്യത്ത് പുതിയ സ്റ്റാർട്ടപ്പുകൾ ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന ഓരോ ടെക്നോളജി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒന്നാണ് ഇപ്പോൾ GRSC ആക്സിലറേറ്റഡ് ഇന്നൊവേറ്റിംഗ് നർച്ചറിംഗ് സ്കീം ഗെയിൻസ് 2024 എന്ന പേരിൽ രക്ഷാ രാജ്യമന്ത്രി ശ്രീ സഞ്ജയ് സേത്ത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്നലെ ജൂലൈ 12 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? ഇതിന്റെ ഉത്തരം എല്ലാവർക്കും അറിയാം, പുന്നമട ലേക്ക്. പുന്നമട ലേക്കിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി എല്ലാ വർഷവും, അതായത് സെക്കൻഡ് സാറ്റർഡേ ഓഗസ്റ്റ് നടക്കുന്നത്. ഈ പ്രാവശ്യം വരുന്ന ഓഗസ്റ്റിലെ 2ാമത്തെ ശനിയാഴ്ചയാണ് പുന്നമട കായലിൽ നടക്കാൻ പോകുന്ന ബോട്ട് റേസ്. ഇതിന്റെ ആദ്യത്തെ മത്സരം നടന്നിട്ടുള്ളത് 1952 അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റുവാണ് ഇതിന്റെ ആദ്യത്തെ മത്സരത്തിൽ പങ്കെടുത്തതും.
ഉദ്ഘാടനം ചെയ്തിട്ടുള്ളതും. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ഏത് തീയതിയിലാണ് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കാൻ ഇന്ത്യൻ സർക്കാർ തീരുമാനിച്ചത്? ജൂൺ 25. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞർ ഏത് പ്രദേശത്തു നിന്നാണ് പുതിയ ഇനം ആഴത്തിലുള്ള ഡോഗ് ഫിഷ് സ്രാവ് സ്ക്വാളസ് ഹിമയെ കണ്ടെത്തിയത്? ശക്തികുളങ്ങര മത്സ്യബന്ധന തുറമുഖം. മുൻ അഗ്നിവീരന്മാർക്ക് എത്ര ശതമാനം ജോലികളാണ് കേന്ദ്ര സായുധ സേന നീക്കിവച്ചിരിക്കുന്നത്? 10%. വനിതാ T20 ഏഷ്യ കപ്പ് 2024 ഏത് രാജ്യത്താണ് നടക്കുന്നത്? ശ്രീലങ്ക. 200 വിക്കറ്റും 6000 റൺസും നേടിയ മൂന്നാമത്തെ ക്രിക്കറ്റ് കളിക്കാരന്റെ പേര്? ബെൻ സ്റ്റോക്സ്. UN കണക്കുകൾ പ്രകാരം ഏത് വർഷമാണ് ഇന്ത്യയുടെ ജനസംഖ്യ കുറയാൻ തുടങ്ങുന്നത്? 2062. 2024 ജൂലൈ 12 പാർലമെന്റിൽ വിശ്വാസ വോട്ട് നേടുന്നതിൽ പരാജയപ്പെട്ട നേപ്പാൾ പ്രധാനമന്ത്രിയുടെ പേര്? പുഷ്പകമൽ ദഹൽ പ്രചണ്ഡ. ഏത് സ്ഥാപനമാണ് മെഡിക്കൽ ഡിവൈസ് ഇൻഫർമേഷൻ സിസ്റ്റം ആരംഭിച്ചത്? ലോകാരോഗ്യ സംഘടന. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡിൽ GRC ആക്സിലറേറ്റഡ് ഇന്നോവേഷൻ നർച്ചറിംഗ് സ്കീം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? സഞ്ജയ് സേത്ത്. ഇന്ന് ജൂലൈ 13. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്: വിച്ച് ഇസ് ദ മോസ്റ്റ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് കൺട്രി ഇൻ ദ വേൾഡ്? ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള രാജ്യം ഏതാണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയാനുള്ള ആകാംക്ഷ അതുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും. നമുക്ക് എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ അറിയുന്തോറും അത് നമ്മുടെ കോൺഫിഡൻസ് ആണ് വർദ്ധിക്കുന്നത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.